സൂഫിസം ഒരു വ്യത്യസ്തമായ രീതിയിലും തലങ്ങളിലും വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദയനീയ കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. എന്നാലോ സമൂഹം മുഴുവനും സൂഫിസത്തിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. സൂഫിസം എന്താണെന്ന് മനസ്സിലാക്കിയതിൽ ഇന്ന് പലർക്കും തെറ്റുകൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ശരിയായ രീതിയിൽ സൂഫിസത്തെക്കുറിച്ച് പഠനം നടത്തിയാൽ പലർക്കും ആശങ്കയുളവാക്കുന്ന രീതിയിൽ സൂഫിസത്തിൽ കൈക്കടത്തലുകൾ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ സൂഫിസത്തെക്കുറിച്ച് ശരിയായ പഠനം നടത്തി കഴിഞ്ഞാൽ അറിയാം. സൂഫിസത്തെ ഇസ്ലാമിൽ നിന്ന് വേർതിരിച്ച് ഒരു പ്രത്യേക രീതിയും സംസ്കാരവുമായിട്ടാണ് ഇന്ന് പലരും ചിത്രീകരിക്കുന്നത് എന്ന് ഇന്നത്തെ സാഹചര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. സത്യത്തിൽ എന്താണ് സൂഫിസം? ആരാണ് സൂഫി? സൂഫിസം കൊണ്ട് കിട്ടുന്ന ഗുണം എന്താണ്? ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ആശങ്കപ്പെടുന്നവരാണ് കൂടുതലും എന്ന് ഇന്നത്തെ സാഹചര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം സൂഫി വഴിയിലെ ശരിയായ സൂഫിസം ലഭിക്കാതെ വരുന്നവർ ചെന്നപ്പെടുന്ന വ്യാജ സൂഫി മാർഗത്തിൻ്റെ കടന്നുകയറ്റം ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ സൂഫിസം എന്നത് ഇസ്ലാമിലെ ആധ്യാത്മിക മാർഗമാണ്. അള്ളാഹുവിലേക്ക് ചെന്നു ചേരാനുള്ള ആത്മീയപരമായ ഉന്നതമായ ഒരു വഴിയാണ് സൂഫിസം എന്നുള്ളത്. സൂഫിസം എന്ന വാക്ക് ഹിന്ദു സങ്കലനമായി കാണുന്നവരെ ഇന്ന് നമുക്ക് കാണാം. ആ ഹിന്ദു സങ്കലനത്തിലുള്ള സൂഫിസവും ഇസ്ലാം പഠിപ്പിക്കുന്ന സൂഫിസവും ഒന്നാണ് എന്ന ചിന്താഗതിയിൽ നടക്കുന്ന ചില യുവാക്കളെയും ഇന്ന് നമുക്ക് കാണാം. ഇസ്ലാമിലെ സൂഫിസത്തിന് ഹിന്ദു സങ്കലനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇസ്ലാമിക സൂഫിസം പഠിച്ച ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒന്നാണ്. കാരണം സൂഫിസം എന്ന പദം ഉത്ഭവിക്കുന്നത് ആത്മസംസ്കരണം, ശുദ്ധീകരിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന തസൗഫ് എന്ന അറബിക് പദത്തിൽ നിന്നാണ്. അതിൻ്റെ മറ്റൊരു നാമമാണ് തെരീഖത്ത് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. തസ്കിയത്ത്, തെരീഖത്ത് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇസ്ലാമിക നിയമവ്യവസ്ഥതകൾ പിൻപറ്റി തസവുഫ് എന്ന ആത്മസംസ്കരണത്തിലൂടെ ത്വരീഖത്ത് എന്ന സരണി ഒരു ഗുരുവിലൂടെ സ്വീകരിക്കലാണ് സത്യത്തിൽ സൂഫിസം. അപ്പോൾ ഈ ഗുരു ഇസ്ലാമികപരമായ സൂഫി വാക്താവാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഗുരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചെന്ന് ചേരുന്ന ഒരു സിൽസില, ഒരു ഗുരുപരമ്പര അവനിൽ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. ഒരു ആത്മീയ ഗുരുവില്ലാതെ സൂഫിസം എന്ന് പറഞ്ഞ സംഗതി ഇല്ല. പലരും സൂഫിസം മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ഷെയ്ഖൊന്നും വേണ്ട, ആത്മീയ ഗുരുവൊന്നും വേണ്ട എന്ന ചിന്താഗതിയിലാണ്. പക്ഷെ ഒരു ആത്മീയ ഗുരുവില്ലാതെ സൂഫിസത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം സൂഫിസം അത് സൃഷ്ടാവിനോടുള്ള അദമ്യമായ പ്രണയമാണ്. കാണാത്ത സൃഷ്ടാവിനെ പ്രണയിക്കാൻ കണ്ടവരെയാണ് നമ്മൾ പ്രണയിക്കേണ്ടത്. കാണാത്ത സൃഷ്ടാവിനെ നമ്മളെങ്ങനെ പ്രണയിക്കാൻ നമുക്ക് കഴിയും? അപ്പോൾ ആ സൃഷ്ടാവിനെ കണ്ടവരെ നമ്മൾ പ്രണയിക്കുക. പ്രണയം, പ്രണയിച്ചവൻ പ്രണയിക്കപ്പെടുന്നവനായി മാറുന്നതാണല്ലോ ശരിയായ രീതിയിൽ പ്രണയം എന്ന് പറയുന്നത്. എനിക്ക് അവനോട് പ്രണയമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പ്രണയിക്കപ്പെടുന്നവനായി ഞാൻ മാറലാണ് ശരിയായ സൂഫിസം എന്ന് പറയുന്നത്. അങ്ങനെ മാറിയവരാണ് ആത്മീയ ഗുരുക്കൾ എന്നുള്ളത്. അപ്പോൾ സൂഫിസം യഥാർത്ഥ സൂഫിക്ക് പ്രണയം നൽകലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂഫിസം എന്നുള്ളത് അത് യഥാർത്ഥ സൂഫിക്ക് പ്രണയം നൽകലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിനോട് ബൈഅത്ത് ചെയ്ത്, പ്രതിജ്ഞ ചെയ്ത്, തുടർച്ച നടത്തി ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ സൂഫിസത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ. അതിന് പല രീതികളും മാർഗങ്ങളും സൂഫിയാക്കൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെഞ്ചിൽ, നമ്മുടെ ഹൃദയത്തിൽ കൈവച്ചോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ കൈപ്പത്തിക്കുള്ളിൽ തൻ്റെ കൈപ്പത്തി ചേർത്ത് പിടിച്ചോ ആയിരിക്കും ഈ വലിയ സൂഫിസത്തിൻ്റെ സരണിയിലേക്ക് നമ്മൾ കടക്കുക. ഇതോടെയാണ് അയാൾ സൂഫിസത്തിൽ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ചിലപ്പോൾ മുസാഫഹത്ത്, ആലിംഗനം, ദിക്റുകൾ ചൊല്ലിക്കൊടുക്കൽ, ഹിർക്ക അതായത് തെരീഖത്തിൽ നൽകുന്ന പ്രത്യേകമായ സ്ഥാനവസ്ത്രണം, തലപ്പാവ് ധരിക്കൽ എന്നിവ സൂഫിസം സ്വീകരിക്കുന്നതിൻ്റെ വ്യത്യസ്ത മാർഗങ്ങളാണ്. അതോടുകൂടി ഗുരു മുറബിയും ശിഷ്യൻ മുരീദുമായി മാറുകയാണ്. അപ്പോൾ യഥാർത്ഥമായി തെർബിയത്ത് ചെയ്യാൻ അവകാശമുള്ള ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് ഇതുപോലെ ഒരു ബൈഅത്തിൻ്റെ തുടർച്ച സ്വീകരിച്ചാൽ മാത്രമേ അവൻ സൂഫി സരണിയിൽ പ്രവേശിച്ചവനായി മാറുകയുള്ളൂ. അവിടെ മുതൽ ശിഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ കർമ്മങ്ങൾ ഗുരു ക്രമീകരിച്ചു കൊടുക്കുന്നതാണ്.
ഗുരുവിലുള്ള മതിമറഞ്ഞ ആത്മസമർപ്പണം അവനെ യഥാർത്ഥ മരണം മരിപ്പിക്കുന്നു. തന്നെ മറന്ന് തൻ്റെ ഇഷ്ടഭാജനത്തിൽ അലിഞ്ഞു ചേരുന്ന അത്യുത്തമമായ അവസ്ഥയാണത്. പ്രണയത്തെ സംബന്ധിച്ച് ഇമാം മൻസൂർ ഹല്ലാജ് റളിയല്ലാഹു അൻഹു, അനൽ ഹക്ക് എന്ന് പറഞ്ഞ ഇമാം മൻസൂറുൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രണയത്തിന് നൽകിയ ഒരു നിർവചനമുണ്ട്. വളരെയേറെ മനസ്സിലാക്കേണ്ട ഒരു നിർവചനമാണത്. മഹാനവറുകൾ പറഞ്ഞു, ഖിയാമുക മഅ മഹബൂബിക ബിഖിലഇ ഔസാഫിക. തന്നെ മറന്ന് തൻ്റെ ഇഷ്ടഭാജനത്തോടൊപ്പം സദാസമയം നിലനിൽക്കലാണ് യഥാർത്ഥത്തിൽ പ്രണയം, മഹബത്ത്, പ്രേമം എന്നൊക്കെ പറയുന്നത്. അഥവാ പ്രണയം എന്നാൽ എല്ലാം മറക്കലാണ്. തൻ്റെ ഇഷ്ടഭാജൻ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ സംജാതമാകലാണ് സത്യത്തിൽ പ്രണയം എന്ന് പറയുന്നത്. കേവലം നൃത്തസംഗീത കോലാഹലങ്ങളിലൂടെയും സൂഫി ഈരടികൾ വാഴ്ത്തപ്പെടുന്നതിലൂടെയും ആ പ്രണയം സാധ്യമല്ല. കാരണം അതിന് ആദ്യം ഇഹ്സാൻ ആവശ്യമാണ്. ഇഹ്സാനും സൂഫിസത്തിൻ്റെ മറ്റൊരു നാമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇസ്ലാമിനെക്കുറിച്ചും ഈമാനിനെക്കുറിച്ചും ഇഹ്സാനിനെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഇപ്രകാരമാണ്: അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. നീ അല്ലാഹുവിനെ കാണുന്നത് പോലെ നീ ആരാധിക്കണം. അങ്ങനെ കണ്ട് അവനിൽ മാത്രം ലയിച്ച് നീ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ മാത്രമേ അവൻ നിന്നിൽ വെളിവാകുകയുള്ളൂ. അതായത് അവനെ നീ അറിയുകയുള്ളൂ, അവനെ നിനക്ക് കാണാൻ കഴിയുകയുള്ളൂ. നീ ഇല്ലാതാവണമെങ്കിൽ ഒരു ആത്മീയ ഗുരുവിൻ്റെ ആത്മശുദ്ധീകരണത്തിലൂടെ മാത്രം സാധ്യമാകുന്ന അള്ളാഹുവിലുള്ള പരിപൂർണമായ അർപ്പണം നടത്തി നിഷ്കളങ്ക ആരാധനാകർമ്മങ്ങൾ ചെയ്ത് ഹൃദയത്തെ പാകപ്പെടുത്തൽ അനിവാര്യമാണ്. എന്നാൽ മാത്രമേ യഥാർത്ഥമായ സൂഫിസം നമ്മളിലേക്ക് കടന്നു വരികയുള്ളൂ. അതാണ് യഥാർത്ഥ സൂഫിസം കൊണ്ട് ലക്ഷ്യമാക്കുന്നതും. ചുരുക്കത്തിൽ സൂഫിസം എന്നത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. അതൊരിക്കലും ശാരീരികപരമായ നമ്മളുടെ ഭൗതിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അത് ഇസ്ലാമിന് ശരീഅത്ത് എന്ന് പറഞ്ഞിട്ടൊരു വശമുണ്ട്. പക്ഷേ സൂഫിസം എന്നുള്ളത് ഒരിക്കലും അത് ഭൗതിക നമ്മളുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുമായി ബന്ധപ്പെട്ടതേ അല്ല. അത് ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. അത് അള്ളാഹുവിലേക്കുള്ള പ്രത്യേകമായ ആത്മാവിൻ്റെ പ്രയാണമാണ്. അപ്പോൾ വ്യത്യസ്ത അവസ്ഥകളിലൂടെ വിവിധ മക്കാമുകൾ താണ്ടി അനുഭവസ്ഥനായ ഒരാൾക്കാണ് സൂഫി എന്ന് പറയുന്നത്. അവ അറിഞ്ഞവനും മനസ്സിൽ രൂപപ്പെടുത്തിയവനുമല്ല. ഇന്ന് നമ്മൾ അവിടുന്നും ഇവിടുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് വലിയ വർത്തമാനങ്ങൾ പറഞ്ഞ് അവനാണ് സൂഫി എന്ന് പറഞ്ഞ് നടക്കുന്ന പലവരെയും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ സൂഫിസത്തെ മഹാന്മാർ അവർ അനുഭവിച്ച വീക്ഷണകോണുകളിൽ നിന്ന് 2000-ഓളം നിർവചനങ്ങൾ നിർവചിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിലേക്ക് അനുഭവത്തിലൂടെ കടന്നു വരുമ്പോൾ മാത്രമേ നമ്മളൊക്കെ യഥാർത്ഥമായ സൂഫികളാവുകയുള്ളൂ. എല്ലാറ്റിൻ്റെയും ലക്ഷ്യം അള്ളാഹുവിലേക്കുള്ള സത്യസന്ധമായ നിഷ്കളങ്കമായ മുന്നിടലാണ്. ഇപ്പോൾ 2000-ഓളം നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു ആത്മീയ ഗുരുവിലൂടെ അള്ളാഹുവിലേക്കുള്ള സത്യസന്ധമായ നിഷ്കളങ്കമായ മുന്നിടലാണ് സൂഫിസത്തിൻ്റെ പ്രയാണം എന്ന് പറയുന്നത്, സൂഫിസം എന്ന് പറയുന്നത്, തുരീഖത്ത് എന്ന് പറയുന്നത്. പണ്ഡിതന്മാരുടെ നിർവചനങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്തമായ വീക്ഷണകോണുകളിൽ കൂടി സൂഫിസത്തെ പല രീതിക്കും നിർവചിച്ചവരെ കാണാം. ആത്മസമർപ്പണത്തിൻ്റെ അഭൗമ ലോകമാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന് പറയുന്നത്. സൂഫിസം എന്ന പദത്തിൻ്റെ അറബി വചനം ത്വരീഖത്ത് എന്നാണ്. ത്വരീഖത്തിൻ്റെ ഭാഷാപരമായ അർത്ഥം പാത, വഴി, സരണി, രീതി, മാർഗം എന്നിങ്ങനെയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, നമ്മളുടെ പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് മനുഷ്യത്വത്തിൻ്റെ സമ്പൂർണ്ണതയാണ്. മനുഷ്യത്വത്തിൻ്റെ ഒരു സമ്പൂർണ്ണതയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള വലിയ വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നീ 3 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സമ്പൂർണ്ണമായ ദീൻ എന്ന് പറയുന്നത്. ഓരോന്നും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദീർഘമായ ഹദീസിലൂടെ വിവരിക്കുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ വെളിവായി ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നിവയെക്കുറിച്ച് ചോദ്യോത്തര രൂപേണ സംവദിക്കുന്ന ഹദീസാണ് ഹദീസു ജിബ്രീലിൻ്റെ ഹദീസ് എന്ന പേരിൽ പ്രസിദ്ധമായ ഹദീസ്.
ഒടുവിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഉമറേ, ആരാണ് ആ ചോദ്യകർത്താവ് എന്നറിയുമോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു അത്, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിക്കാൻ വന്നതായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മറുപടിയായി പറഞ്ഞത്. അപ്പം 3 അടിസ്ഥാന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഹദീസു ജിബ്രീൽ എന്ന് പറയുന്ന ജിബ്രീലിൻ്റെ ഹദീസിലുള്ളത്. ഹദീസിൽ പരാമർശിച്ച ഇസ്ലാം കാര്യങ്ങൾ ഫിഖ്ഹ് അഥവാ കർമ്മശാസ്ത്രം എന്ന പേരിലും, ഈമാൻ കാര്യങ്ങൾ അഖീദ വിശ്വാസശാസ്ത്രം എന്ന പേരിലും, ഇഹ്സാൻ തസൗഫ് ത്വരീഖത്ത് ആത്മസംസ്കരണ ശാസ്ത്രം അഥവാ സൂഫിസം എന്ന പേരിലും അറിയപ്പെട്ടു. ഈ ഇഹ്സാനിൻ്റെ പ്രായോഗിക രൂപമാണ് ത്വരീഖത്ത് അഥവാ സൂഫിസം എന്ന് പറയുന്നത്. ഇസ്ലാം കൊണ്ട് ശരീരവും ഈമാൻ കൊണ്ട് ഹൃദയവും ഇഹ്സാൻ കൊണ്ട് ആത്മാവും അലങ്കരിക്കപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ പരിപൂർണമാകുന്നതും അവൻ്റെ ദീനും പരിപൂർണമായി മാറുന്നത്. ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ രൂപമാണ് തസൗഫ് അഥവാ സൂഫിസം. തസൗഫ്, ത്വരീഖത്ത്, തസ്കിയത്ത്, സിറാത്തുൽ മുസ്തഖീം തുടങ്ങിയ പദങ്ങൾ ഒരേ ആശയം ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ നാമങ്ങളാണ്. ഇതിനെയാണ് സൂഫിസം എന്ന് വിളിക്കപ്പെടേണ്ടത്. സൂഫിസം അള്ളാഹുവിനോടുള്ള വിധേയത്വമാണ്, അടിമത്വത്തിൻ്റെ യഥാർത്ഥ പ്രദർശനമാണ്. ഒരു അടിമത്വത്തിൻ്റെ യഥാർത്ഥ യജമാനന് മുന്നിലുള്ള അടിമത്വത്തിൻ്റെ യഥാർത്ഥ പ്രദർശനം അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ അടിമയാകലാണ് തസൗഫ് എന്ന് പറയുന്നത്. തസൗഫ് കൊണ്ട് ലക്ഷ്യമാക്കുന്നതും അതുതന്നെയാണ്. അഥവാ അള്ളാഹു അല്ലാത്ത എല്ലാ ചിന്തകളിൽ നിന്നും ഹൃദയത്തെ മുക്തമാക്കി ഇലാഹി ചിന്തയിൽ, ദൈവത്തിൻ്റെ ചിന്തയിൽ, അള്ളാഹുവിൻ്റെ ചിന്തയിൽ സ്ഥിരപ്പെടുത്തലാണ് യഥാർത്ഥ സൂഫിസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. അപ്പോഴാണ് അവൻ യഥാർത്ഥമായ സൂഫിയായി മാറുന്നത്. ഇനി നമുക്ക് സൂഫിസത്തിൻ്റെ നിർവചനങ്ങളിലേക്കാണ് നമ്മൾ കടക്കാനുള്ളത്. യഥാർത്ഥമായ സൂഫിസത്തിന് സൂഫിയാക്കൾ പറഞ്ഞ നിർവചനങ്ങൾ എന്താണ്? അതിലൂടെ നമുക്ക് അല്പം എന്ത് ചെയ്യുക, യാത്ര ചെയ്യണം. അത് കഴിഞ്ഞ് സൂഫിസം എന്ന് പറഞ്ഞ ത്വരീഖത്ത് എന്ന് പറഞ്ഞ നിർബന്ധമാണോ? പലരും ഇത് നിർബന്ധമാണെന്ന് പറയുന്നു, പലരും ഇത് നിർബന്ധമില്ല എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായ വശങ്ങൾ എന്താണ്? ദീർഘമായ ചർച്ചകളിലൂടെ സൂഫി കലാമിലൂടെ നമുക്ക് മുന്നേറാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.